ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്തതായിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ലേസർ എന്താണ് എന്നും എങ്ങനെയാണ് ലേസർ വർക്ക് ചെയ്യുന്നതെന്നും നമുക്കിവിടെ പഠിക്കാം. അപ്പോൾ ലേസറിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യം കണ്ടു. ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസ്, അതുപോലെ ഐൻസ്റ്റീൻ കോഎഫിഷ്യൻ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടു. നൗ ലെറ്റ്സ് ചെക്ക് ഔട്ട് some other stuff. Suppose you have an assembly of atoms of some kind, okay, that have metastable states of excitation energy h nu. So it has metastable states. അതിൻ്റെ എക്സൈറ്റേഷൻ എനർജി h nu ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കൺസെപ്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. യു ഹാവ് സം ആറ്റംസ്, അപ്പോൾ അതിന് കുറച്ച് എനർജി ഉണ്ട്, സം മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്സ് അതിനകത്ത്. അപ്പോൾ ഈ എനർജി ഡിഫറൻസ്, ഓക്കെ, ഇത് h nu ആണ്. ഓക്കെ, നമുക്ക് നോക്കണം. എപ്പോഴും നമുക്കറിയാം, മിക്കവാറും പല കേസുകളിലും ആറ്റംസ് എല്ലാവരും ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് ഇരിക്കുക. നൗ ബൈ സം മെത്തേഡ്, അതേത് മെത്തേഡും ആവാം, പലതരം മെത്തേഡുകൾ അവൈലബിൾ ആണ്. സോ സംഹൗ വി ആർ റേസിങ് മെജോറിറ്റി ഓഫ് ദ ആറ്റംസ് ഇൻ ടു ദ മെറ്റാസ്റ്റേബിൾ ലെവൽ. ഓക്കെ, സോ ഗ്രൗണ്ട് സ്റ്റേറ്റ്, ഇതിനെ ഞാൻ E1 എന്നും ഇതിനെ E2 എന്നും പറഞ്ഞു. E1 ഇരുന്നിരുന്ന മിക്കവാറും എല്ലാ ആറ്റംസിനും അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ആറ്റംസിന് നേരെ ഈ മെറ്റാസ്റ്റേബിൾ ലെവലിലേക്ക് അങ്ങോട്ട് എത്തിച്ചു. നൗ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ യു ആർ ഷൈനിങ് എ റേഡിയേഷൻ, ഓക്കെ, ഓഫ് ഫ്രീക്വൻസി ന്യൂ. ഓക്കെ, നൗ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് there will be more induced emission from the metastable level. ഓക്കെ, അപ്പോൾ എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ഇവിടെ ആദ്യം, ഞാൻ ഇവിടെ വയ്ക്കുകയാണ്, ഇവിടെയായിരുന്നു ആദ്യം കുറച്ച് ആറ്റംസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇങ്ങോട്ട് പോയി. ഇപ്പോൾ കൂടുതൽ ആറ്റംസ് എല്ലാവരും ഇരിക്കുന്നത് നേരെ ഈ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലാണ്. ഇനി ഇവിടേക്ക് ഒരു ന്യൂ എന്ന് പറയുന്ന ഒരു ഫോട്ടോൺ ഇങ്ങോട്ട് പോകാം, h nu. സോ അതിൻ്റെ എനർജിയാണ് h nu. ന്യൂ എനർജി, അതിൻ്റെ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ h nu ഫോട്ടോൺ വന്നു. വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഇവിടെ ഇരിക്കുന്ന ആറ്റത്തിൻ്റെ കളറ് ഇവിടെയാണ് കൂടുതൽ ആറ്റംസ് ഉള്ളത്. സോ ഇത് ഈ പറഞ്ഞ എനർജി ഞങ്ങൾ അബ്സോർബ് ചെയ്യും. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ദേ വിൽ ബി കമ്മിങ് ഡൗൺവേർഡ്സ് ടു ദ E1. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 2-3 മെത്തേഡുകളാണ്. ഒന്ന് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ, അടുത്തത് സ്പോണ്ടേനിയസ് എമിഷൻ, അടുത്തത് സ്റ്റിമുലേറ്റഡ് എമിഷൻ. സോ ദർ മേ ബി some induced emission from the metastable state than the induced absorption from the lower level. So what happens is that നമ്മൾ ന്യൂ എന്നുള്ള ലൈറ്റ് ഒരു ലൈറ്റിലേക്ക് ആംപ്ലിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്ത് കിട്ടും, ഇത് അബ്സോർബ് ചെയ്തിട്ട് എല്ലാം കൂടി കുറച്ചധികം ലൈറ്റ്സിനെ അങ്ങോട്ട് എമിറ്റ് ചെയ്യും. സോ വാട്ട് യു സീ ഇസ് ദാറ്റ് കുറേ അധികം ലൈറ്റ് ഇങ്ങനെ എമിറ്റ് ചെയ്യുന്നത് ഇങ്ങനെ കാണാം. ഓക്കെ, സോ എഫക്റ്റീവ്ലി ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു റേഡിയേഷൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തിലേക്ക് ഇതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ഒരു സിസ്റ്റം കുറച്ച് റേഡിയേഷൻ അങ്ങോട്ട് പുറത്തേക്ക് വരും. സോ മേ ബി ഇറ്റ്സ് റോങ് മോഡൽ, ഞാൻ ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. കാരണം നമ്മൾ ഈ ഇൻഡ്യൂസ് എമിഷൻ കൊടുക്കുന്ന എല്ലാം ഇതിന് വിത്തിൻ ദ ലേസർ തന്നെയാണ്, ഈ ലേസർ സിസ്റ്റത്തിനകത്ത് തന്നെയാണ് മൊത്തം എല്ലാം വരുന്നത്. പക്ഷെ എന്നാലും സോ what happens is that like a light amplification. അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ലേസർ. സോ ലേസർ സ്റ്റാൻഡ്സ് ഫോർ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ by stimulated emission of radiation.
പക്ഷേ ഇതിപ്പോൾ ഞാനിങ്ങനെ വളരെ വേഗമായിട്ടാണ് പറഞ്ഞു പോയെങ്കിലും ഈ ഒരു കാര്യം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട് ആൻഡ് ദർ ആർ മെനി അതർ മെത്തേഡ്സ് വിച്ച് ആർ ഇൻവോൾവ്. സോ ഓരോരോ മെത്തേഡുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. സോ ഫസ്റ്റ് തിങ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഈസ് അബൌട്ട് പോപ്പുലേഷൻ ഇൻവേർഷൻ. ഇതെല്ലാം എക്സാമിന് ക്വസ്റ്റ്യൻസായി വരുന്നതാണ്. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലേസർ, വാട്ട് ഈസ് നോൺ ആസ് വാട്ട് ഈസ് പോപ്പുലേഷൻ ഇൻവേർഷൻ, അങ്ങനെയല്ല. നമുക്കറിയാവുന്നൊരു കാര്യമാണ് ഇക്വിലിബ്രിയം, അല്ലേ? തെർമൽ ഇക്വിലിബ്രിയത്തിൻ്റെ കേസിൽ, സോ അണ്ടർ തെർമൽ ഇക്വിലിബ്രിയം the number of atoms in higher energy state will be lower and the number of atoms in lower energy state will be higher. അത് കിട്ടുന്നത് നമുക്ക് ഒരു ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ വെച്ചിട്ടാണ്. സോ ദർ ഇസ് എ ലോ ബൈ ബോൾട്സ്മാൻ. So it was developed by Maxwell-Boltzmann based on Maxwell-Boltzmann statistics. So ഈ ബോൾട്സ്മാൻ ലോ പറയുന്നത് ഇങ്ങനെയാണ്: N2 by N1, okay, N2 by N1. N2 എന്ന് പറഞ്ഞാൽ the number of atoms or molecule at higher level. N1 എന്ന് പറഞ്ഞാൽ number of atoms or molecules at lower level. This is equal to e raised to minus of E2 minus E1 by kBT, okay, where E2 is the energy of the second level and E1 is the energy of the first level. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ N2 will be less than N1 under ordinary conditions അല്ലെങ്കിൽ ordinary temperature. Okay, so what happens is that ഇവിടെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നോക്കി നോക്കാം. N1 താഴത്തുള്ളത്, ഇപ്പോൾ നമ്മുടെ രണ്ട് ലെവൽസ് ആണ് ഉള്ളത്, നമ്മുടെ രണ്ട് എനർജി ലെവലുകളാണുള്ളത്. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഉണ്ട്. ഇവിടെ N1 മോളിക്യൂൾസ്, ഇവിടെ N2 മോളിക്യൂൾസ്. ഇതിൻ്റെ എനർജി E2, ഇതിൻ്റെ എനർജി E1. ഈ ബോൾട്സ്മാൻ ലോ പ്രകാരം നമ്മുടെ ഈ താഴത്തെ മോളിക്യൂൾസ്, താഴത്തെ സ്റ്റേറ്റിലാണ് കൂടുതൽ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടാവുന്നത്, മുകളിൽ കുറവായിരിക്കും. സോ നമ്മളിതിനകത്തേക്ക് ഒരു ലൈറ്റ് നമ്മളിതിനകത്തേക്ക് അങ്ങോട്ട് എമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ലൈറ്റ് അതിനകത്തേക്ക് ഇല്ലുമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഓരോത്തിനും ഇത് എല്ലാം ഈക്വൽ പ്രോബബിലിറ്റി ആയതുകൊണ്ട് തന്നെ the number of absorption will be more than that of the stimulated emission. Okay, so അതിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ അതുകൊണ്ട് എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിമുലേറ്റഡ് എമിഷൻ വേണമെന്നുണ്ടെങ്കിൽ യു നീഡ് മോർ ആറ്റംസ് ഇൻ ദ N2 അഥവാ സെക്കൻഡ് ലെവലിൽ കൂടുതൽ എനർജി ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് വേണം ആൻഡ് E1 കുറവ് മോളിക്യൂൾസ് വേണം. ദാറ്റ് മീൻസ് യു ഷുഡ് ഹാവ് എ കണ്ടീഷൻ N2 ഗ്രേറ്റർ ദാൻ N1. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് ഹാപ്പൻസ് ഈസ് വാട്ട് യു ആർ ഡൂയിങ് ഈസ് ലൈക്ക് ബൈ സം മീൻസ് യു ആർ മേക്കിംഗ് the number of molecules at level 2 greater than that at level 1. അതായത് നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് നമുക്ക് എത്തിക്കണം. ഓക്കെ, അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് അറ്റ് N2 at level 2 should be greater than number of molecules at level 1. ഈ ഒരു ക്രൈറ്റീരിയൻ, this is known as population inversion. സോ ഈ സ്റ്റിമുലേറ്റഡ് എമിഷൻ എഫിഷ്യൻ്റ് ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയുന്ന സംഭവം കൃത്യമായിട്ട് നടന്നിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കണ്ടീഷൻസ് അച്ചീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നൗ എങ്ങനെയാണ് ഈ പോപ്പുലേഷൻ ഇൻവേർഷൻ എത്തുക? നമുക്കറിയാം ടെമ്പറേച്ചർ, ബോൾട്സ്മാൻ ലോ പ്രകാരമാണ് നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഓരോ ലെവലിൽ നിൽക്കുന്നത്, അല്ലേ? അതിൻ്റെ എനർജി ഡിഫറൻസിനെ എല്ലാം ബേസ് ചെയ്തിരിക്കും. അപ്പോൾ ഓർഡിനറി ടെമ്പറേച്ചറിൽ എപ്പോഴും N1 കൂടുതലും N2 കുറവുമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് N2 കൂട്ടുക? സോ ഫോർ ദാറ്റ്
we have some other methods. അപ്പോൾ അതിന് പറയുന്ന ഒരു മെത്തേഡിനെ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് നോൺ ആസ് പമ്പിങ്. എന്താണ് പമ്പിങ്? സോ the method of producing population inversion. Method of producing population inversion, that is known as pumping. പലതരം പമ്പിംഗ് ഉണ്ട്. One way is optical pumping. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് രണ്ട് മെത്തേഡുകൾ പഠിച്ചു നോക്കാം. സോ കൺസിഡർ എ മെറ്റീരിയൽ. സോ അതിന് ആറ്റംസ് 3 എനർജി ഡിഫറൻറ്റ് എനർജി സ്റ്റേറ്റ്സിൽ അതിന് നിൽക്കാൻ പറ്റും. സോ 3 സ്റ്റേറ്റുകളുള്ള ഒരു ഇതിനെ പഠിച്ച് നമുക്കൊന്ന് നോക്കി നോക്കാം. സോ ആദ്യത്തെ സ്റ്റേറ്റാണ് E1. അത് then there is another state here. This is E1, E3, and there is another state E2. Okay, so 3 സ്റ്റേറ്റുകളുടെ ഇവിടെ N3, N2 and here it is N1. now so ഈ 3 സ്റ്റേറ്റുകളിലും ഉണ്ടാവും. അപ്പോൾ ഇതിലെന്താണ്ടാവുന്നതെന്ന് വെച്ചാൽ what you are doing is you are sending some radiation. okay, അപ്പോൾ റേഡിയേഷൻ അങ്ങനെ ചെല്ലുന്നു and it has h nu dash. suppose nu dash is equal to അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 550 നാനോമീറ്റർ ആണ്. ദാറ്റ് മീൻസ് ഇവിടെ ഇരിക്കുന്ന ഈ ആറ്റംസിനെ എല്ലാം നേരെ മുകളിലേക്ക് പോകും. ഓക്കെ, സോ ബൈ മീൻസ് ഓഫ് ഒപ്റ്റിക്കൽ പമ്പിങ്. സോ നിങ്ങളിങ്ങനെ ഇവിടെ ചെയ്യുന്നത് യു ആർ സെൻഡിങ് എ റേഡിയേഷൻ ഹാവിങ് some particular frequency. so optical pumping ഉപയോഗിച്ച്, ഒപ്റ്റിക്കൽ പമ്പിങ് എന്ന് പറഞ്ഞാൽ യു ആർ സെൻഡിങ് റേഡിയേഷൻ. സോ അങ്ങനെ ആ റേഡിയേഷൻ വരുമ്പോൾ ഈ A1 അഥവാ ഇവിടെ ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. സോ ദിസ് ഇസ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഇവിടെയുള്ള ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ആറ്റംസ് അത് അബ്സോർബ് ചെയ്തിട്ട് നേരെ ലെവൽ E3യിലേക്ക് പോകും. ഓക്കെ, now ഇവിടെ എത്തിയ ഈ സാധനം what happens is that they undergo a transition to a level E2. ഈ പോകുന്ന ഈ ട്രാൻസിഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് എ നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ E3യിൽ നിന്ന് E2യിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് റേഡിയേഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. because here the difference in energy is lost by lattice. അതായത് അതിൻ്റെ ആ ക്രിസ്റ്റലിലേക്കും അതിൻ്റെ ലാറ്റിസിലേക്കുമാണ് അതിൻ്റെ എനർജി എല്ലാം പോകുന്നത്. now suppose the process continues. അപ്പോൾ എന്താണ്ടാവുന്നതെന്ന് വെച്ചാൽ ഇവിടേക്ക് എത്തുന്നതെല്ലാം നേരെ വന്നിട്ട് ഈ E2 എന്നുള്ള എനർജി സ്റ്റേറ്റിൽ ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കും. now at a particular condition what happens is that N2 will be greater than N1. അതായത് ഇവിടെ അങ്ങനെ മെറ്റീരിയലിലേക്ക് ഇവിടെ അങ്ങനെ ഇല്ലുമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടെ അങ്ങനെ ചെന്നിരുന്നിട്ട് ഇവിടെയുള്ള എല്ലാം നേരെ ഇങ്ങോട്ടും ചെല്ലും. ആൻഡ് ഇതിന് ഓരോന്നിനും ഓരോ ലൈഫ് ടൈം ഉണ്ട്. ഇതിൻ്റെ ലൈഫ് ടൈം വളരെ കുറവാണ്. ഓക്കെ, സോ ഇതിന് വളരെ ചെറിയ ലൈഫ് ടൈമാണ്, സ്മോൾ ലൈഫ് ടൈം ഞാൻ ടോ എന്ന് പറയുന്നു. ഇവിടെ കുറച്ചും കൂടി ബെറ്റർ ആണ്. അതായത് കമ്പാരിറ്റീവ്ലി ലോ ടൈം. സോ സംതിങ് ലൈക്ക് ഇവിടെ മില്ലി സെക്കൻഡും ഇവിടെ നാനോ സെക്കൻഡ് അല്ലെങ്കിൽ പൈക്കോ സെക്കൻഡ്, ഫെംറ്റോ സെക്കൻഡ് ഒക്കെയാണ് ഇതിൻ്റെ ടൈം. അവിടെ എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ ഇത് ഇങ്ങോട്ട് വരും.
ഇവിടെയാണ് മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ എന്താണ് മൈക്രോ സെക്കൻഡ് ലെവലിൽ ഇവിടെ അത്രയും ടൈം ഉണ്ട്. സോ ആസ് എ റിസൾട്ട് the number of atoms at the level E2 will be much greater, and a condition occurs such that N2 will be greater than N1. അതായത് എനർജി അറ്റ് ലോവർ സ്റ്റേറ്റ് അഥവാ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ E1 ആണ്, ഇവിടെ E2 ആണ്, ആൻഡ് the number of atoms at energy level E2 will be much greater than the number of atoms at energy level E1. That means you will achieve population inversion. Now what happens is that ഇവിടെ നിന്ന് ഒരു ആറ്റം നേരെ ഇങ്ങോട്ട് താഴത്തേക്ക് പോരും. ഓക്കെ, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു എനർജി, സോ യു ആർ സെൻഡിങ് എച്ച് ന്യൂ സംതിങ് ലൈക്ക് ന്യൂ എത്ര വെച്ചാൽ ഏകദേശം 694.3 നാനോമീറ്റർ. So you are sending an input here. അപ്പോൾ ഇവിടെയുള്ള ആറ്റംസ് ഇത് അബ്സോർബ് ചെയ്യും. Then what happens is that they will come to the ground state. സോ ഇവിടുന്ന് ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സ്ട്രാ എനർജി എങ്ങനെയെങ്കിലും ഉപേക്ഷിക്കണം. സോ ദേ സെൻഡ് ഇറ്റ് ആസ് റേഡിയേഷൻ. അപ്പോൾ ഇവിടുന്ന് ഒരു ഇലുമിനേഷനിൽ ഒരു ഫോട്ടോൺ അങ്ങോട്ട് കൊടുത്തപ്പോൾ അവിടെയുള്ള ആറ്റംസ് എല്ലാം കൂടി നേരെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വന്നു, ആൻഡ് ബൈ എമിറ്റിംഗ് ഫോട്ടോൺസ് ഓഫ് ഫ്രീക്വൻസി. ഇനി ഈ പറയുന്നതെല്ലാം ഒരേ സമയത്ത് അല്ലെങ്കിൽ പോകുന്നത്. ആസ് എ റിസൾട്ട് ദേ ആർ ഹാവിങ് ദ സെയിം ഫേസ്. അഥവാ നമുക്ക് കിട്ടുന്നത് ഒരു ആംപ്ലിഫൈഡ് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഓക്കെ, സോ ഇതാണ് ദിസ് ഇസ് ദ മെത്തേഡ് യൂസ്ഡ് ഇൻ റൂബി ലേസർ. സോ ദിസ് ഇസ് ദ മെത്തേഡ് യൂസ്ഡ് ഇൻ റൂബി ലേസർ. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ. അതായത് ഈ ഇങ്ങനെ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്കിവിടെ പമ്പിങ് യൂസ് ചെയ്തിട്ട്, ഒപ്റ്റിക്കൽ പമ്പിങ് യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ കൃത്യമായിട്ട് ഈ ആംപ്ലിഫിക്കേഷൻ, പോപ്പുലേഷൻ ഇൻവേർഷൻ പറ്റും. ഓക്കെ, നൗ ദർ ആർ മെനി അതർ ട്രാൻസിഷൻസ്. ഓക്കെ, അപ്പോൾ പല തരത്തിൽ നമുക്കതൊന്ന് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ റൂബി ലേസറിൻ്റെ കേസ് ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് റൂബി ലേസർ കാണിക്കാം. അപ്പോൾ റൂബി ലേസറിൻ്റെ അതിൻ്റെ ട്രാൻസിഷൻസ് എങ്ങനെയാണെന്നുള്ളതെല്ലാം ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ അവിടെ റൂബി ലേസറിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ അവിടെ 3 ലെവൽസ് ആണുള്ളത്. ദർ വിൽ ബി 1, 2 and 3. ഓക്കെ, ഇതിനെ ഗ്രൗണ്ട് സ്റ്റേറ്റ്, ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഇതിൻ്റെ എനർജി ആണ് 1.79 EV ആണ് ഇതിൻ്റെ എനർജി. ഇത് 2.25 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരെണ്ണം നേരെ ഇവിടേക്കാണ് എത്തുക. ഓക്കെ, പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് അത്ര സ്റ്റേബിൾ അല്ല. സോ ഇറ്റ് അണ്ടർഗോസ് എ റേഡിയേഷൻലെസ് ട്രാൻസിഷൻ ടു എ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. ദിസ് ഈസ് എ metastable state. And this is a radiationless transition. So ഇവിടെ എത്തി, ഇവിടെ വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കും, ആൻഡ് ഇറ്റ് വിൽ ഗോ ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ബൈ എമിറ്റിംഗ് എ ലേസർ. അതായത് ഒരു ആംപ്ലിഫിക്കേഡ് ഔട്ട്പുട്ട് കൊടുക്കും, ആൻഡ് യു വിൽ ഹാവ് എ 694.3 നാനോമീറ്റർ ഔട്ട്പുട്ട്. സോ ദിസ് ഈസ് ഫോർ റൂബി ലേസർ. അപ്പോൾ ഈ ഒരു എനർജി ലെവൽ ഡയഗ്രാം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക തന്നെ വേണം. അത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ഈ ലേസറിൻ്റെ വർക്കിംഗ്, അതെങ്ങനെയാണ് അതിനകത്ത് ട്രാൻസിഷൻസ് വരുന്നത് എന്നുള്ളതെല്ലാം പറയാൻ പറ്റുകയുള്ളൂ. സോ ഇത്രയാണ് ഇതിൻ്റെ ലേസറിൻ്റെ പ്രിൻസിപ്പിൾസ് വരുന്നത്. ഇനി എങ്ങനെയാണ് നമുക്കൊരു റൂബി ലേസർ വർക്ക് ചെയ്യുന്നത്, അതുപോലെ ഹീലിയം നിയോൺ ലേസർ എന്താണ്, സെമി കണ്ടക്ടർ ലേസർ എന്താണ്, അങ്ങനെ ഒന്നിട്ട് കുറച്ച് കാര്യങ്ങൾ, അതുപോലെ പ്രോപ്പർട്ടീസ് ഓഫ് ലേസർ ബീം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാനുണ്ട്. അത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ഈ ഒരു ടോപ്പിക്കെല്ലാം
തീരും. ഓക്കെ, സോ ഇതെല്ലാവരും നോക്കി വരിക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.